എൻ്റെ വൈഫ് ഭയങ്കര സന്തോഷവതിയാണ്. കാരണം ഞാൻ രാത്രി ആകുമ്പോൾ ഏകദേശം ഒരു 5 ട്യൂണിൽ കൂർക്കം വലിക്കുമായിരുന്നു. അതിപ്പോൾ ഡോക്ടർ അത് മാറ്റിയെന്നാണ് അവൾ പറയുന്നത്. എനിക്കിവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. മരുന്നില്ലാതെ നിലയിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു ടൈമിലായിരുന്നു കിട്ടിയത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം പച്ചവെള്ളത്തിലേ കുളിക്കാറുള്ളൂ. ഒരു കുഴപ്പം ഇന്ന് വരപ്പം ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വടിയില്ലാതെ നടക്കാനും തുടങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി വീഡിയോ കാണാറുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടാണ് വന്നത്. പിന്നെ എനിക്കിവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. എനിക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുട്ട് വേദനയുണ്ടായിരുന്നു ഇടത്തെ കാലിൻ്റെ മുട്ടിന്. ഇപ്പോഴൊക്കെ എനിക്ക് 4th ഫ്ലോർ വരെ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഫാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു മൂക്കിന് സംബന്ധമായിട്ട് ചെറിയ ഒരു അലർജി പോലെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ദിവസം ഫാനിലാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. റൂമിൽ എപ്പോഴും ഫാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഈ കഴുത്ത് വേദന ഉണ്ടായിരുന്നു, നല്ലതുപോലെ കഴുത്ത് വേദനയുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കഴുത്ത് വേദന, ബാക്ക് സ്പെയിൻ, അതൊക്കെ നല്ല വേദനയ്ക്ക് നല്ല കുറവുണ്ട്, മാറി, പൂർണ്ണമായി അത് മാറിയിട്ടുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന കൈക്ക് ഫിംഗറിന്, റൈറ്റ് ഹാൻഡിന് ഫിംഗറിനുണ്ടായിരുന്നു. അത് നല്ല ദുബൈയിൽ വെച്ചിട്ട് അവിടെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ദുബൈയിൽ വെച്ചിട്ട് ഒരു 20 വർഷമായി എനിക്ക് അതിന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈക്ക് എനിക്ക് എഴുതാൻ പറ്റൂല, പിന്നെ കട്ടിങ് കുക്കിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നല്ല കൈക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടായി. അപ്പോൾ അത് സംബന്ധമായിട്ട് എനിക്ക് 2ാമത്തെ ദിവസം തന്നെ അതിന് എൻ്റെ കൈക്കിൻ്റെ തരിപ്പും ബുദ്ധിമുട്ടും എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു. എനിക്കൊരു 3 മന്ത്സിന് മുമ്പേ, ഞാൻ വരുന്നതിന് മുന്നേ നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ നല്ലവണ്ണം ഹിമോഗ്ലോബിന്, വൈറ്റമിൻ ഡി, കാൽസ്യം എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം നോർമലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് 2ാമത്തെ ദിവസം തന്നെ എനിക്ക് ബോഡി പെയിൻ എല്ലാം മാറി. പിന്നെ ഉറക്കത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞെട്ടാറുണ്ട്, എന്തൊക്കെയോ സ്വപ്നങ്ങൾ എന്തെല്ലാം കണ്ടിട്ട്. അങ്ങനെ എനിക്ക് ഉറക്ക സംബന്ധമായിട്ട് ഒരു കുറേ വർഷം, ഒരു 10-15 വർഷത്തോളമായി എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു സെക്കൻഡ് ഡേ, ഒരു 3rd ഡേ മുതൽ എനിക്ക് നല്ലോണം ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫ് ഭയങ്കര സന്തോഷവതിയാണ്. കാരണം ഞാൻ രാത്രി ആകുമ്പോൾ ഏകദേശം ഒരു 5 ട്യൂണിൽ കൂർക്കം വലിക്കുമായിരുന്നു. ഇപ്പം മൂപ്പത്തിക്ക് ഈ കൂർക്കം വലി ഇല്ല എന്ന് പറഞ്ഞതിന് ഒരു വിഷമമുണ്ട്. അതിപ്പോൾ ഡോക്ടർ അത് മാറ്റിയെന്നാണ് അവൾ പറയുന്നത്. ഇപ്പം ഞാൻ കിടന്ന അപ്പം തന്നെ പോയി. പിന്നെ ഈ മൂത്രയിക്കൽ എനിക്കൊരു 4 പ്രാവശ്യം ഉണ്ടായിരുന്നു. വന്ന അന്ന് മുതൽ ഇന്ന് വരെ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് ഒരു 6.5 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്. എനിക്ക് പിന്നീടും മൂത്രയിക്കണമെന്ന് തോന്നുന്നില്ല. കൂർക്കം വലിയും മൂത്രമൊഴിക്കലും. കൂർക്കം വലി എനിക്ക് 27 വർഷമായി, അത് പോയി. ഞാനൊരു എക്സർവീസ്മാനാണ്. അതിൻ്റെ കൂടെ പോലീസിൽ നിന്നും പെൻഷനായതാണ്, ആർമിയിൽ നിന്ന് പെൻഷനായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ, അതായത് സൂപ്പർ മാർക്കറ്റ് ഓഫ് ഓൾ ഡിസീസ്, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇനിയിപ്പോൾ പേരുകളൊന്നും ബാക്കിയില്ല, ഇഷ്ടംപോലെ എനിക്ക് കിട്ടിയത് കുറച്ച് ആർമിയിൽ നിന്ന് തന്നെയാണ്. ഏതായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യിച്ചപ്പോൾ 793 ഷുഗർ. നിങ്ങൾ ഉടനെ ഇപ്പോൾ ഡോക്ടറെ കാണണമെന്നാണ്. വീണ്ടും പോയപ്പോൾ 520. 1 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലാണ് 520 ആയത്. മണിക്കൂർ വ്യത്യാസം വരുമ്പോൾ 200 കുറയും. മോൾക്ക് ഫിക്സിൻ്റെ അസുഖം എന്ന് പറഞ്ഞു വെച്ചാൽ കന്യാകുമാരി തൊട്ടും കണ്ട് കാസർഗോഡ് വരെ കേരളത്തിൽ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ കയറി ഇറങ്ങിയതാണ്. അവസാനത്തെ അത്താണി എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ നിസാർ സാറിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. ഒരു മെഡിസിൻ ഇല്ലാതെ എൻ്റെ കുട്ടിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഇതായിരുന്നു ഞാൻ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരുന്നത്. അത് ഒരു 3-4 മാസമായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ ഇവർക്കൊക്കെ പിന്നെ ഭാര്യയ്ക്കും മോനും പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ വിട്ടുകൊടുക്കുക. മരുന്നില്ലാതെ നിലയിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇതാണ്. വന്ന ടൈമിൽ ഇവിടെ സാറ് പറഞ്ഞിട്ടുള്ള ആകെയുള്ള കാര്യം പറഞ്ഞാൽ അനുസരിക്കണം എന്നും പിന്നെ രോഗം എന്താണെന്നുള്ളത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുമാണ്. അത് രണ്ടും ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സാറ് ഫസ്റ്റ് ടൈം എൻ്റെ ഈ ഫിറ്റ്സിൻ്റെ അത് ഒരാളെ ആകെ ആ ബാച്ചിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ കൈപോക്കി. അന്ന് ഒരു 2nd ഡേ 3rd ഡേ സാർ എന്നോട് പറഞ്ഞു, നീ മരുന്ന് എടുക്കണം, നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എന്താ പറയുക, ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തതിൽ ഒരു ഡോക്ടർ പറയുന്നത് മരുന്ന് നീ നിർത്തിക്കോ എന്നുള്ളത്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു ടൈമിലായിരുന്നു കിട്ടിയത്. അന്ന് മുതൽ എന്താ പറയുക, വേർഡ്സ് ഇല്ല എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. എൻ്റെ കാൽതരിപ്പുണ്ടായിരുന്നു, അതൊക്കെ മാറി.
അതൊക്കെ ചുവപ്പായിരുന്നു വെയിലുണ്ട് ആകെ ചുവപ്പായിരുന്നു ചുവപ്പ് നിറം അതിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും അതൊക്കെ മാറി. വെയിൽ കൊണ്ടാൽ ആകെ പപ്പടം പൊള്ളച്ചതുപോലെയാണ് മുഖമൊക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഒരു പ്രശ്നമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പപ്പടം പൊള്ളക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? പപ്പടം പൊള്ളച്ച മാതിരി വെള്ളം കായ്ക്കാണ്ട് ഭയങ്കര വേദനയാണ്, മുഖത്തിനൊക്കെ ഭയങ്കര വേദനയാണ്, പിന്നെ പുറത്തിറങ്ങാൻ കഴിയൂല. ഇപ്പൊ ഇവിടെ വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇതൊരു ആക്സിഡന്റ് പറ്റിയതാണ്. അത് കാരണം അതിന് ശേഷമാണോ? അതിന്റെ ശേഷം പിന്നെ വെള്ളപ്പാണ്ടായി, ആകെ പാണ്ടായി. മുഖം വെയിലുള്ളാൻ പറ്റൂല, ആകെ പൊളിച്ചിങ്ങനെ അങ്ങനെ പിടിച്ചങ്ങനെ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ മുഖം പോരുവാണ്. അതില്ല ഇപ്പം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വാക്കറിലും വടിയിലും ഒക്കെ പിടിച്ച നടക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വടിയില്ലാതെ നടക്കാനും തുടങ്ങി, സ്റ്റെപ്പ് ഇറങ്ങി. ഇപ്പോഴും ഞാൻ വടിയില്ലാതെ തന്നെ അങ്ങ് മുറി വരെ 3-ാം നിലയിൽ ലാസ്റ്റിൽ വരെ പോകുന്നത്. പിന്നെ അതുകൂടാതെ തലയിൽ താരണവും ചൊറിച്ചിലും മുടി കൊഴിച്ചിലും ഒക്കെ ആയിരുന്നു. അത് മാറിക്കിട്ടി. പിന്നെ കൈയുടെയും കാലിൻ്റെയും വേദനയെല്ലാം ഇവിടെ മാറി. വളരെ കുറവുണ്ട് എല്ലാ രോഗങ്ങളും. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ വന്നത്. ഒരു 4 മാസമായിട്ട് ഇത് കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ എനിക്ക് കുളിക്കാൻ പറ്റില്ലായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നീരിറക്കം കാരണം പുറം വേദന, ശരീരം മൊത്തം വേദനയാണ്. പിറ്റത്തെ ദിവസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചൂടുവെള്ളത്തിലേ കുളിക്കാറുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം പച്ചവെള്ളത്തിലേ കുളിക്കാറുള്ളൂ. ഒരു കുഴപ്പം ഇന്ന് ചിലപ്പോൾ ഇല്ല. എൻ്റെ കൈക്കും തോളിനും വേദനകളുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം പിടിച്ച് കുടഞ്ഞേക്കുമ്പോൾ അത് മാറിയിട്ടുണ്ട്.